ഹലോ, കലവറ ഫ്ലേവേഴ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ ഓട്സ് പുട്ടും കടലക്കറിയും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്യുന്ന എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടമായെന്നും പറഞ്ഞു. ഇനി എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് സ്നാക്ക് ബാറാണ്. അത് കിറ്റ് കാറ്റ് ബർഫി എന്നും പറയാം. ബർഫി ഒരു ഇന്ത്യൻ സ്വീറ്റ് ആണ്. പിന്നെ അത് കൂടുതൽ ചോക്ലേറ്റ് കൊണ്ടും കൂടുതൽ നട്ട്സും കൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും സ്വീറ്റ് ഇഷ്ടമാണല്ലോ, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു സ്നാക്ക് ബാറാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസിലും എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്നും നോക്കാം. ക്രഷ്ഡ് റിച്ച് ടീ ബിസ്ക്കറ്റ്, ക്രഷ്ഡ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, കോൺ ഫ്ലേക്സ്, rice bulbs, cocoa powder, cashews, almond, pistachio, desiccated coconut, butter, dairy milk chocolate, white chocolate, golden syrup and oil. ഇതിനെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് 120 ഗ്രാംസ് റിച്ച് ടീ എടുക്കണം. അത് പൗഡർ അല്ല, ക്രഷ് ചെയ്ത റിച്ച് ടീ ബിസ്ക്കറ്റ് ആണ്. ഇനി ഇതിലോട്ട് 125 ഗ്രാംസ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ്. അതും ക്രഷ്ഡ് ചെയ്തതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് 75 ഗ്രാംസിന്റെ കോൺ ഫ്ലേക്സ് ഇടണം. അതും ക്രഷ് ചെയ്ത കോൺ ഫ്ലേക്സ് ആണ്. ഇനി റൈസ് ക്രിസ്പീസും അതും ക്രഷ് ചെയ്തതാണ്. ഈ ബൗളിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി 50 ഗ്രാംസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടണം. അതിനുശേഷം 50 ഗ്രാംസ് പിസ്താഷ്യോ ക്രഷ് ചെയ്തതാണ്. ഇനി കാഷ്യൂസ്, അതും 50 ഗ്രാംസ്. ഇനി ആൽമണ്ട് 50 ഗ്രാംസ്. മേക്ക് ചെയ്യണം അത് ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ പൗഡറായി പോവരുത്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ എടുക്കണം. ഒരു മിക്സ് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതിനോട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഇത് നല്ലതായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഈ ബട്ടർ ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാം, വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് വീഗൻസിന് നമുക്ക് ബട്ടർ യൂസ് ചെയ്യേണ്ട. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും, അവൈലബിൾ ആണ് വീഗൻസിന് വേണ്ടിയുള്ള ചോക്ലേറ്റ്. അപ്പോൾ അതിന് അവർക്ക് ചോക്ലേറ്റ് വീഗൻസിന് വേണ്ടിയുള്ള ചോക്ലേറ്റും ആഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ടിയും ഇത് യൂസ് ചെയ്യാൻ ഇത് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ ഗോൾഡൻ സിറപ്പ് എടുത്തിരിക്കുകയാണ്. 250 ഗ്രാംസ് ഗോൾഡൻ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇനി ഇതിലൊഴിച്ച് നല്ലതായിട്ട് ബൈൻഡ് ചെയ്തെടുക്കാം.
നല്ലതായിട്ട് ഇത് കോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് അത് പിടിച്ചിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ റഫായിട്ട് ഇളകി പോകും. ഇത് ഞാൻ ഗോൾഡൻ സിറപ്പ്, മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണി ഉണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യാം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല സിറപ്പെല്ലാം നല്ല കോട്ട് ചെയ്ത് നല്ല ബൈൻഡിങ് ആയി. ഇനി നല്ല ഒരു ട്രെയിൽ മാറ്റി വെച്ചിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ ഇതിന് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്തിട്ട് ആ ട്രെയിലോട്ട് നമുക്ക് ഒഴിക്കാം. അതിന് ശേഷം ഇനി നല്ലതായിട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നല്ല പ്രസ് ചെയ്യണം. അത് നല്ല സ്മൂത്തായിട്ട് വേണം പ്രസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അൺഇവനായിട്ടിരിക്കും. ഞാനൊരു സ്പൂൺ വെച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുന്നത്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് അല്ലെങ്കിൽ നമുക്ക് അത് കാണാനൊരു രസം കാണത്തില്ല. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യണം നല്ലതായിട്ട് ഫ്ലാറ്റിനായിട്ടിരിക്കാനായിട്ട്. ഇതിന് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്കത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു ബൗൾ വെക്കണം. ബൗൾ വെച്ചിട്ട് അതിലോട്ട് ഞാനിപ്പോൾ 300 ഗ്രാംസിൻ്റെ ചോക്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്, മിൽക്ക് ചോക്ലേറ്റ്. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുകയാണ്. നോർമൽ സാധാരണ ഓയിൽ. ഇത് സ്മൂത്ത് കിട്ടാനായിട്ട്, ചോക്ലേറ്റ് സ്മൂത്ത് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒഴിക്കുന്നത്. ഇതിന് മെൽറ്റായി വരും. ഏതാണ്ട് മെൽറ്റ് ആവാറായി കഴിഞ്ഞു. കുറച്ച് ലംസ് കിടപ്പുണ്ട്, അത് നല്ലതായിട്ട് മെൽറ്റ് ആവണം. ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഈ മിക്സിലോട്ട് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇത് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യണം. എല്ലാ കോർണറിലും ആവാത്ത വിധത്തിൽ. ഡീപ്പായിട്ട് സ്പ്രെഡ് ചെയ്യരുത്. അപ്പം അങ്ങനെയാണെങ്കിൽ മിക്സിൽ നിന്ന് ഇളകി വരും. അതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ട് പോകരുത്. ജസ്റ്റ് ജെന്റിലിട്ട് മുകളിൽ ടച്ച് ചെയ്താൽ മതി. അതിനുശേഷം ടാപ്പ് ചെയ്യണം. കേക്കൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത് അതേപോലെ അത് നല്ലതായിട്ട് ടാപ്പ് ചെയ്യണം. അതുപോലെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യത്തുള്ളൂ. ഞാൻ 50 ഗ്രാംസിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. മൈക്രോവേവിനകത്ത് 1 മിനിറ്റോളം ഞാൻ മെൽറ്റ് ചെയ്തു. അതിന് ഒരു പൈപ്പിംഗ് ബാഗിനകത്ത്, പൈപ്പിംഗ് ബാഗ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്രീസ് പേപ്പർ അത് കോണാക്കി എടുത്തിരിക്കുകയാണ്. അത് വെച്ചാണ് ഞാനിത് ഡിസൈൻ ചെയ്യാൻ പോണത്. ഇതിന് വൈറ്റ് ചോക്ലേറ്റ് ഇതിനെ ഫില്ല് ചെയ്യണം. വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് ചെയ്യാം. ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ആണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു ഡിസൈനറൊന്നും അല്ല, എന്നാലും എൻ്റെ കഴിവ് പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിട്ട് നല്ലൊരു ഇത് ജസ്റ്റ് ലൈൻസ് ഇട്ടാൽ മതി. പിന്നെ ടൂത്ത് പിക്ക് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈൻ കൊടുക്കാം. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. പല ഡിസൈനും കൊടുക്കാം നമുക്കിതിന്. ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. പിന്നെ ഞാൻ ഇത് ടൂത്ത് പിക്ക് കൊണ്ട് തോനെ ഡീപ്പായിട്ട് പോകരുത്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ട്രിക്കിൽ കൂടെ അങ്ങ് പോയാൽ മതി. ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലതല്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഇത് ഞാൻ നേരത്തെ കൂട്ടി ചെയ്തു വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്നാക്ക് ബാർ. ഇന്നത്തെ സ്നാക്ക് ബാർ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് കലവറ ഫ്ലേവേഴ്സ്. See you next time.